ഞാൻ രവിയേട്ടനെ വിളിച്ച കാര്യമൊക്കെ പറഞ്ഞതാ ആശുപത്രിയിലെ കാര്യം. അതെ അപ്പച്ചിരിയുടെ ഞാൻ നിൽക്കും. എടേ അവിടെ ആദ്യം ആശുപത്രി എത്തട്ടെ. അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവിടെ ആരും നിൽക്കണം നമുക്ക് അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. കേട്ടോ ഇപ്പോഴേ പറയേണ്ടത്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓ നീ ഇവിടെ പോണത് എന്ത് ആശുപത്രിയില്? നീ ഇവിടെ ആശുപത്രിയിൽ വരണ? നീ ആശുപത്രിയിൽ ഒന്നും വരണ്ട, നീ ഇവിടെ അല്ലേ. അതെ പ്രായമായ ആൾക്കാരാണ് ആശുപത്രി പോകാൻ പാടില്ലാതെ ഇവിടെ ഇരിക്കേണ്ടത്. ഓഹോ ഞാൻ എന്റെ മോളെ നോക്കിയാണ് പോണത് കേട്ടോ. ഞാൻ എന്റെ അപ്പച്ചിയെ നോക്കിയാണ് പോണത്. കുഴപ്പമില്ല. ഇനിയിപ്പോ മാമ എവിടെ? മാമി വരാൻ വേണ്ടി റെഡി ആവണു. ഏത് മാമി? ശ്രീകുട്ടി മാമി. അവള് വരുന്നുണ്ടോ? എന്നാ ഒരു കാര്യം തീരുമാനാക്കി. അവള് വരുന്നുണ്ടെങ്കിലേ ഞാൻ വരുന്നില്ല. എനിക്ക് അവളെ പേര് കേൾക്കുമ്പോഴേ കലി വരും എന്നറിയാലോ. അവള് വരേണ്ട ആവശ്യം. പറഞ്ഞു നമ്മൾ രണ്ടാറ്റുവല്ലേ പോണത്. രണ്ടാറ്റയിലാണെങ്കിൽ ഒരുമിച്ചല്ലേ ഇറങ്ങണത്. എനിക്ക് വരാൻ പറ്റൂല. നീ വരായിരുന്ന മണിക്കൂട്ടിന് പ്രയാസം ഉണ്ടോ? ആ പ്രയാസം ഉണ്ടാണെങ്കിൽ ആവട്ടെ. എന്തോ ഞാൻ വരണില്ല, തീരുമാനിച്ചു. ശ്രീകുട്ടി എവിടെ? അവള് വരുന്നില്ലെന്ന്. അതെന്ത്? ഞാൻ പറയാമെന്ന് മൊത്തം പറഞ്ഞു നോക്കി മാമ. അവൾ എന്നെ കടിച്ചു കീറാൻ വരിക. ഭഗവാനെ ഇവരെ വഴക്ക് എന്ന് തീരും? എന്ന് തീരുമെന്നും അറിയാൻ വയ്യ മാമ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, രണ്ടുപേരും ഒന്നാക്കിപ്പിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാലേ ഞാനത് നിന്നോട് പറയാനായിരുന്നു. അതെ പെൺബുദ്ധി എന്ന് പറഞ്ഞ പിൻബുദ്ധി അല്ലേ? എന്തെന്ന്? അല്ല പെൺബുദ്ധി എന്ന് പറഞ്ഞ പിൻബുദ്ധി. നമ്മളിനി സംസാരിച്ചിരുന്നൊരു കഥയില്ല. അവര് വേണമെങ്കിൽ വരട്ടെ, നമുക്ക് പോവാണ് ആശുപത്രി. അവരെ നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല.